ജോസ് വീട്ടിലെ നടപ്പുരയിൽ നീ നടന്നു വരുന്നത് കണ്ടപ്പോൾ ആദ്യമൊന്ന് വിസ്മയപ്പെട്ടു. ഇത് നായയോ കളിപ്പാട്ടമോ ട്രാൻസ്ഫോമേഴ്സ് സിനിമയിൽ നിന്നും ഇറങ്ങിയവനോ? നിന്റെ തിളങ്ങുന്ന മഞ്ഞ നിറവും കണ്ണുകളിൽ തെളിയുന്ന നീല വിളക്കുമെല്ലാം കണ്ടപ്പോൾ വാ, നമ്മുടെ നാട്ടിലെ നായ്ക്കൾക്കിനി വൈഫൈ കണക്ഷൻ കൊടുത്താൽ മതി എന്നൊരു ചിന്ത മനസ്സിൽ വന്നു. പക്ഷേ നായേ, നിന്നെ നോക്കിയപ്പോൾ ഒരു വലിയ ചിന്തയും മനസ്സിൽ വന്നു. ഇനി മനുഷ്യൻ്റെ സ്വന്തം ജീവിതത്തിൽ സമയം കണ്ടെത്താതെ സന്തോഷം പോലും റോബോട്ടുകളുടെ സഹായത്താൽ കണ്ടെത്തേണ്ട സാഹചര്യമാണല്ലോ. സ്നേഹം നൽകേണ്ട ജീവികളേക്കാൾ സൗകര്യം നൽകുന്ന മെഷീനുകളെ നമുക്ക് കൂട്ടുകാരികളാക്കിയിട്ട് വെക്കേണ്ടി വരുമല്ലോ. നിന്റെ കാൽപ്പാടുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സാങ്കേതികവിദ്യ വളരട്ടെ, പക്ഷേ മനുഷ്യൻ്റെ മനസ്സിലുള്ള കരുണയും ബന്ധങ്ങളും ഒരിക്കലും മങ്ങരുത്. റോബോട്ടുകൾ നമ്മെ ചിരിപ്പിക്കട്ടെ, എന്നാൽ മനുഷ്യരെ സ്നേഹിക്കാനും മറക്കരുത്. നീ വീട്ടിൽ വിനോദത്തിനായി വന്നതെങ്കിലും നിന്റെ സാന്നിധ്യം നമ്മോട് പറയുന്നത് സാങ്കേതികവിദ്യ നല്ലത്, പക്ഷേ മനുഷ്യബന്ധങ്ങളാണ് ലോകത്തെ ചൂടാക്കി സൂക്ഷിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് റോബോട്ടിക് നായി, നീ നമ്മുടെ ചിരിയും കൗതുകവും കൂട്ടട്ടെ, പക്ഷേ നമ്മുടെ മനസ്സുകൾ ഒരിക്കലും മെഷീൻ ആക്കരുത്. നീയൊരു താരമെന്ന നിലയിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. സാങ്കേതികവിദ്യ മനുഷ്യരുടെ ജീവിതത്തിൽ ഇനിയൊരു കൂട്ടുകാരനായി മാറുന്നു, എന്നാൽ അതോടൊപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിലെ സ്നേഹവും കരുണയും മെഷീന് നിറയ്ക്കാനാവില്ല എന്ന സത്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹത്തോടെ ഒരു ചിന്തിക്കുന്ന പ്രേക്ഷകൻ.